നമസ്കാരം. കുടുംബ പരദേവത അഥവാ കുലദൈവം പാരമ്പര്യം അനുസരിച്ചാണ് വരുന്നത്. അച്ഛൻ വഴി പാരമ്പര്യമുള്ളവർ അങ്ങനെയും അമ്മ വഴി പാരമ്പര്യം ഉള്ളവർക്ക് അങ്ങനെയും എടുക്കാം. എന്നാൽ ഇരു കൂട്ടരുടെയും ദേവതകളെയും പ്രാർത്ഥിക്കുന്നത് ഏറ്റവും ഉത്തമമാണ്. ധർമ്മദൈവം അഥവാ പരദേവത പ്രസാദിച്ചില്ല എങ്കിൽ ഒരു ദൈവവും അനുഗ്രഹിക്കുന്നതല്ല. വിവാഹം നടക്കുവാനും നല്ല ദാമ്പത്യ ജീവിതത്തിനും സന്താന ഭാഗ്യത്തിനും എല്ലാം പരദേവതയുടെ അനുഗ്രഹം ഉറപ്പായും അനിവാര്യമാണ്. പരദേവതയെ കൃത്യമായി കണ്ടെത്തുവാൻ കഴിയുന്നില്ല എങ്കിൽ ശൈവ വൈഷ്ണവ ശാക്തേയ സങ്കല്പത്തിൽ പരദേവതയെ കൃത്യമായി കണ്ടെത്തുവാൻ കഴിയുന്നില്ല എങ്കിൽ ശൈവ വൈഷ്ണവ ശാക്തേയ സങ്കല്പത്തിൽ പരദേവതയെ ആവാഹിച്ച് ത്രികാല പൂജ നിവേദ്യ സഹിതം നടത്തുകയാണ് വേണ്ടത്. വീട്ടിൽ വച്ച് കുടുംബാംഗങ്ങളുടെ എല്ലാവരുടെയും സാന്നിധ്യത്തിൽ വേണം ഈ കാര്യം ചെയ്യുവാൻ. വർഷത്തിൽ ഒരിക്കലെങ്കിലും പരദേവതയെ കണ്ട് തൊഴാൻ അല്ലെങ്കിൽ തൊഴുത് യഥാശക്തി വഴിപാടുകൾ നടത്തേണ്ടത് ഏതൊരു വ്യക്തിക്കും ജീവിതത്തിൽ ചെയ്യുവാൻ സാധിക്കുന്നതായ കാര്യവും അനിവാര്യമായ കാര്യവുമാകുന്നു. അല്ലാതെ സന്തതി പരമ്പരകളെ തന്നെ അത് ബാധിക്കുന്നതായി പലപ്പോഴും കാണുന്നതുമാണ്. പാരമ്പര്യം അനുസരിച്ച് എന്താണ് ചെയ്തിരുന്നത് ആ ആചാരം നിങ്ങൾ മുടങ്ങാതെ അല്ലെങ്കിൽ അത് മാറ്റാതെ തന്നെ തുടരുന്നതാണ് ഏറ്റവും ഉത്തമം. പരിഷ്കാരത്തിന്റെ പേരിലത് മാറ്റിയാൽ പലപ്പോഴും അത് നിങ്ങൾക്ക് വിനയായി തീരാറുണ്ട് എന്ന കാര്യവും ഓർക്കുക. ചെടിയുടെ തായ്വേര് പോലെയാണ് പരദേവത. തായ്വേര് അറ്റാൽ ചെടി ഉണങ്ങി പോകുന്നത് പോലെ പരദേവതാ ബന്ധം മുറിഞ്ഞാൽ അത് ആ കുടുംബത്തിന് തന്നെ ദോഷമായാണ് ഭവിക്കുക. പരദേവത പെറ്റമ്മയെ പോലെയാണ്. പരദേവതയ്ക്ക് പകരമാവില്ല മറ്റൊരു ദേവതയും. അതിനാൽ അത് മനസ്സിലാക്കി വർഷം തോറും നിവേദ്യ സഹിതം വഴിപാടുകൾ നിങ്ങൾ നടത്തുക. രണ്ടു വഴി പാരമ്പര്യവും ചെയ്യേണ്ടതായ ആവശ്യമില്ല. സമുദായ ആചാരമാണ് ഇതിനെടുക്കുന്നത്. മറ്റൊരു സമുദായത്തിൻ്റെത് പൊതുവായി എടുക്കാനും സാധ്യമല്ല. ഇനി പരദേവത പ്രീതിക്കായി നിത്യവും നിങ്ങൾ വീടുകളിൽ ചില കാര്യങ്ങൾ ചെയ്യേണ്ടത് അനിവാര്യമാണ്. ഈ കാര്യം നിങ്ങൾക്ക് സർവ്വ സൗഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളും ആ വീട്ടിലെ സന്താനങ്ങൾക്ക് ഉയർച്ചയും സൗഭാഗ്യങ്ങളും നൽകുന്നതുമാണ്. എന്തെല്ലാമാണ് ആ പ്രധാനപ്പെട്ടതായ കാര്യം എന്ന് വിശദമായി തന്നെ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. ഏവരും നിങ്ങളുടെ കുടുംബ ദേവതയുടെ നാമം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. രാവിലെ ഉണരുക എന്നത് ഏവരും ചെയ്യേണ്ടതായ കാര്യമാകുന്നു. അതിരാവിലെ തന്നെ ഉണരണം. പ്രത്യേകിച്ചും ബ്രാഹ്മമുഹൂർത്തത്തിലോ അല്ലെങ്കിൽ സൂര്യോദയത്തിന് മുൻപായി ഉണരുകയും ചെയ്യേണ്ടത് അനിവാര്യമാണ്. രാവിലെ ഉണർന്ന ഉടനെ നിങ്ങളുടെ കുടുംബദേവത ആരാണോ ആ ദേവതയുടെ നാമം മനസ്സിൽ സ്മരിക്കുന്നത് ഏറ്റവും വിശേഷപ്പെട്ടതായ ഒരു കാര്യമാണ്. തീർച്ചയായും നിങ്ങൾക്ക് കുടുംബദേവതയുടെ അനുഗ്രഹം സദാ ഉണ്ടാകും എന്നാണ് പറയുക. കുടുംബദേവതയുടെ സാന്നിധ്യമൊപ്പം ഉണ്ടാകും. അതിനാൽ തീർച്ചയായും നിത്യവും ഈ കാര്യം ചെയ്യുക, മനസ്സിൽ സ്മരിക്കുക. ഏതാപത്തിലും ആദ്യം കുടുംബദേവതയെയാണ് നിങ്ങൾ ഓർക്കേണ്ടത് എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. കഴിവതും പൂജാമുറിയിൽ കുടുംബദേവതയുടെ ഒരു ചിത്രം നിങ്ങൾ വയ്ക്കുന്നതും നിത്യവും വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിക്കുന്നതും നാമങ്ങൾ ജപിക്കുന്നതും അതീവ ശുഭകരവും പെട്ടെന്ന് ഫലം ലഭിക്കുന്നതിന് സഹായകരവുമാണ്. ഇറങ്ങുമ്പോൾ അത് ഏതൊരു കാര്യത്തിനായി നിങ്ങൾ ഇറങ്ങുകയാണ് എങ്കിലും കുടുംബദേവതയുടെ നാമം ഉച്ചരിച്ചുകൊണ്ട് അല്ലെങ്കിൽ സ്മരിച്ചുകൊണ്ട് ഇറങ്ങുകയാണ് എങ്കിൽ കാവലാളായി കൂടെ ഉണ്ടാകും എന്നതാണ് വാസ്തവം. എത്ര ആപദ്ഘട്ടത്തിലാണ് എങ്കിൽ പോലും അതിൽ നിന്നും തരണം ചെയ്യാനുള്ള വഴികൾ നിങ്ങൾക്ക് മുൻപിൽ തെളിയും. അല്ലെങ്കിൽ നിങ്ങൾ പോകുന്നതായ കാര്യം നിങ്ങൾക്ക് ശുഭമോ അശുഭമോ എന്ന വ്യക്തമായ സൂചന കുടുംബദേവത തന്നെ നിങ്ങൾക്ക് നൽകും എന്ന കാര്യവും ഓർക്കുക. അതിനാൽ കുടുംബദേവതയെ ആരാധിക്കേണ്ടത് അനിവാര്യമാണ്. രാവിലെയും വൈകുന്നേരവും പ്രധാന വാതിലിന്റെ കട്ട്ള തുടച്ച് വൃത്തിയാക്കുക. മഞ്ഞൾ അല്ലെങ്കിൽ കുങ്കുമ തിലകം തുടിക്കുവാൻ സാധിക്കുന്നവർ അപ്രകാരം ചെയ്യണം. അങ്ങനെ ചെയ്യുന്നതാണ് ഏറ്റവും വിശേഷം. ഒരു ഓടുപാത്രത്തിൽ രാവിലെ നിറയെ ശുദ്ധജലം നിറച്ച് അതിൽ പൂക്കൾ ഇട്ട് വയ്ക്കുക എന്ന കാര്യവും
വീടുകളിൽ ചെയ്യാവുന്ന ഒന്ന് തന്നെയാണ്. ഇതും നിങ്ങളുടെ ജീവിതത്തിൽ പോസിറ്റീവ് ഊർജം, കുടുംബദേവതയുടെ അനുഗ്രഹം വർദ്ധിപ്പിക്കുന്നതായ കാര്യം തന്നെയാകുന്നു. ഈ പാത്രത്തിൽ മഞ്ഞൾ കുങ്കുമത്തിലകം കുളിച്ച് ശുദ്ധിയോടെ മാത്രം നിങ്ങൾ തുടിക്കുക. ഈ കാര്യവും നിങ്ങൾ ചെയ്യേണ്ടതായ ഒരു കാര്യമാണ്. വടക്ക് ദിശയിലാണ് ഈ പാത്രം നിങ്ങൾ സൂക്ഷിക്കേണ്ടത്. അതേപോലെ തന്നെ വെള്ളം കളയേണ്ടത് പടിഞ്ഞാറ് ദിശയിലുമാണ്. ദിശ ഒരിക്കലും മാറിപ്പോകരുത്. അടുത്ത ദിവസമാണ് ഇപ്രകാരം കളയേണ്ടത്. വീണ്ടും വെള്ളം നിറച്ചു വയ്ക്കുക. നിത്യവും ഈ കാര്യം ചെയ്യുവാൻ ഏവരും മറക്കാതിരിക്കുക. പരമശിവനാണ് നിങ്ങളുടെ കുടുംബ ദേവത അഥവാ പരദേവത എങ്കിൽ, ശിവചിത്രമോ അല്ലെങ്കിൽ ശിവ കുടുംബചിത്രമോ വീടുകളിലുണ്ട് എങ്കിൽ തീർച്ചയായും ഭസ്മത്തിലകം അണിയിക്കേണ്ടത് അനിവാര്യമാണ്. ഈ കാര്യത്തിന് പ്രാധാന്യം നിങ്ങൾ നൽകണം. മുതിർന്നവരെ ബഹുമാനിക്കുക എന്ന കാര്യം നിങ്ങൾ തീർച്ചയായും ചെയ്യേണ്ടതായിട്ടുണ്ട്. മുതിർന്നവരെയും സ്ത്രീകളെയും തീർച്ചയായും നിങ്ങൾ ബഹുമാനിക്കേണ്ടത് അനിവാര്യമാണ്. ഒരിക്കലും ഉപദ്രവിക്കരുത് എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. അതേപോലെ തന്നെ വീടും പരിസരവും വൃത്തിയായി തന്നെ സൂക്ഷിക്കുക എന്ന കാര്യത്തിനും വളരെയധികം പ്രാധാന്യമുണ്ട്. വീടും പരിസരവും വൃത്തിയായി സൂക്ഷിച്ചാൽ മാത്രമാണ് ആ വീടുകളിൽ ഐശ്വര്യം വർദ്ധിക്കൂ. അല്ലാതെ മറ്റു കാര്യങ്ങൾ ചെയ്തതുകൊണ്ട് മാത്രം ഫലം ലഭിക്കണം എന്നില്ല. അതിനാൽ ഈ കാര്യത്തിനും പ്രാധാന്യം നൽകുക. മൂദേവി സാന്നിധ്യം പൂർണ്ണമായും വീടുകളിൽ നിന്നും ഒഴിഞ്ഞു പോകേണ്ടത് അനിവാര്യം തന്നെയാണ്. ആഹാരം അനാവശ്യമായി ഒരിക്കലും നിങ്ങൾ കളയുവാൻ പാടുള്ളതല്ല. ആ കാര്യത്തിനും എപ്പോഴും പ്രാധാന്യം നൽകണം. നിങ്ങൾക്ക് ആവശ്യമുള്ള ഭക്ഷണമായിരിക്കണം പാചകം ചെയ്യേണ്ടത്. ആ കാര്യത്തിൽ ഒരു കൃത്യത നിത്യവും നിങ്ങൾ വരുത്തേണ്ടത് അനിവാര്യമാണ് എന്ന കാര്യവും ഓർക്കുക. രാത്രി ഉറങ്ങുന്നതിന് മുൻപായി തന്നെ നിങ്ങളുടെ കുടുംബദേവതയുടെ നാമം മനസ്സിൽ സ്മരിക്കേണ്ടത് അനിവാര്യമാണ്. നിത്യവും ഈ കാര്യം നിങ്ങൾ ചെയ്യണം. ഒരിക്കലും മുടക്കം വരുത്തരുത് എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. കുടുംബക്ഷേത്രത്തിൽ നിന്നും അല്പം മണ്ണ് കിഴിക്കെട്ടി പ്രധാന വാതിലിനോട് ചേർത്ത് കെട്ടുന്നതോ വയ്ക്കുന്നതോ ഏറ്റവും ശുഭകരമാണ്. ഈ കാര്യത്തിനും പ്രാധാന്യം നൽകുക. കാരണം നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരേണ്ടതായ ദോഷകരമായ കാര്യങ്ങൾ, ദുഷ്ടശക്തികൾ, നെഗറ്റീവായ ഊർജത്തെ പൂർണ്ണമായും തരണം ചെയ്ത് ആ വീടുകളിൽ കുടുംബദേവതയുടെ ഐശ്വര്യം, ചൈതന്യം വർദ്ധിപ്പിക്കുവാനും കവചം ഉണ്ടാകുവാനും സഹായകരമാണ് ഈ കാര്യം ചെയ്യുന്നത്. തീർച്ചയായും വർഷത്തിൽ ഒരിക്കലോ അല്ലെങ്കിൽ 6 മാസം കൂടുമ്പോഴോ ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്യുക. അതായത് കുടുംബക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും തന്നാൽ കഴിയുന്ന വഴിപാടുകൾ കൂടി നിങ്ങൾ ചെയ്യുക. അതോടൊപ്പം ഏതൊരു കാര്യം പുതുതായി ചെയ്യുമ്പോഴും കുടുംബദേവതാ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത് ശുഭകരമാണ്. കുടുംബദേവതയ്ക്ക് പണം ഒഴിഞ്ഞു മാറ്റി വയ്ക്കുന്നതും അതീവ ശുഭകരമായ ഒരു പ്രവൃത്തി തന്നെയാണ്. ഈ കാര്യങ്ങൾ തീർച്ചയായും നിങ്ങൾ ഓർത്തിരിക്കുക. ഈ കാര്യങ്ങൾ നിത്യവും ചെയ്യുന്നതിലൂടെ ആ വ്യക്തികളുടെ ജീവിതത്തിൽ കുടുംബദേവതയുടെ അനുഗ്രഹം നാൾക്ക് നാൾ വർദ്ധിക്കുക തന്നെ ചെയ്യും.